എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് അവിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അവിലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് ഒന്ന് പൊടിഞ്ഞ് വരണം. ആ ഒരു രീതിയിലായിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. അവിൽ നന്നായിട്ട് വറവായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കുറച്ചൊരു തരിയോട് കൂടി ആയാലും കുഴപ്പമില്ല. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് ശർക്കരപ്പാനിയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് അലിയിച്ചെടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ പിന്നെ ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരപ്പൊടിയാണ് കേട്ടോ. അങ്ങനെ ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലും കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ടൈറ്റായിട്ട് വന്നാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് പിന്നെ ടൈറ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം, ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ മറിച്ച് ഒന്ന് ഡിമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, അടിപൊളി ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇതുപോലെ